എൻ്റെ പേര് സജി തോമസ് എന്നാണ്. ഞാനൊരു 1.5 വർഷം മുമ്പ് വരെ മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഒരു നല്ല കോൺട്രാക്ടറായിരുന്നു. സ്വകാര്യ വീടുകളുടെ പണികൾ ലേബർ കോൺട്രാക്ട് എടുത്ത് കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഏതാണ്ട് 200ഓളം ജോലിക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ഹെൽപ്പർമാർ തൊട്ട് മേസന്മാർ, അല്ലെങ്കിൽ സ്ട്രക്ചറൽ വർക്കിനുള്ള ആളുകൾ, ഫ്ലോറിങ്ങുകാർ, വയറിങ്ങുകാർ, പ്ലംബിങ്ങുകാർ, പെയിൻറ്റർമാർ, ആശാരിമാരെല്ലാം ഉൾപ്പെടെ 200-ലധികം ജോലിക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാലൊരു 1.5 വർഷം മുമ്പ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സാഹചര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോഴാണ് തോന്നുന്നു വർക്ക് മേഖലയെല്ലാം തകർന്നു. അതിനുശേഷം 2023 ഡിസംബർ 1-ാം തീയതി കേരളം ഇതെങ്ങോട്ട് എന്ന രീതിയിൽ ഞാനൊരു വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുകയും ആ വീഡിയോ കേരളത്തിൽ അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള മലയാളികൾ ഏതാണ്ട് 1 കോടിയോളം ആളുകൾ, മലയാളം അറിയാവുന്ന ആളുകൾ ആ വീഡിയോ കാണുകയും ചെയ്തു. അതിനുശേഷം അതോടുകൂടി തന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങൾ യൂട്യൂബ് ചാനലുകളിൽ പോസ്റ്റ് ചെയ്യുകയും ധാരാളം ആളുകൾ, പലപ്പോഴും പല വീഡിയോകളും 10 ലക്ഷം 15 ലക്ഷത്തിലധികം ആളുകൾ കാണുകയും ഒക്കെ ചെയ്ത് ആ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനം കൊണ്ടാണ് ഞാൻ ഉപജീവനം കഴിഞ്ഞ് വന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 2023 ഡിസംബർ 1-ന് കേരളം ഇതെങ്ങോട്ട് എന്ന പേരിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇന്നൊരിക്കൽ കൂടി അത് ഞാൻ എടുത്ത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വളരെ പ്രയാസത്തോടും വേദനയോടും സങ്കടത്തോടും കൂടെ ഇരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ 1-2 കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. അതിലൊന്ന്, അന്നത്തെ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഓടിക്കൊണ്ടിരുന്ന പ്രസ്ഥാനം പെട്ടെന്ന് നിന്ന് പോയപ്പോൾ ബാങ്കിലും അല്ലാതെയും എല്ലാം കൂടി ആയിട്ട് 2.5 കോടി രൂപയോളം കടമുണ്ടായിരുന്നു. കടമുള്ളത് പിന്നീട് ഒരു തരത്തിലും അത് കുറഞ്ഞു വന്നില്ല. അത് പിന്നീട് വർദ്ധിച്ച് മുകളിലേക്ക് പോയി. ആദ്യമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മിഷനറികളും ആയുധങ്ങളും ഒക്കെ കുറേശ്ശെ വിറ്റ് ലോണുകളും പലിശകളും ഒക്കെ കുറേ അടച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇതിൽ ഞാൻ 2010 ഇപ്പം ഞാൻ ഇരിക്കുന്നതാണ് എൻ്റെ വീട്. ഇതിനു മുമ്പ് പലപ്പോഴും പല വീഡിയോകളിലും കണ്ടിരിക്കുന്നതൊക്കെ സ്റ്റുഡിയോയിലെ സെറ്റപ്പുകളോ അല്ലെങ്കിൽ എഡിറ്റിംഗ് സംവിധാനങ്ങളോ ഒക്കെയാണ്. ഇതെൻ്റെ വീടിൻ്റെ മുമ്പിലായിരിക്കുന്നത്. ഇത് ഞാൻ താമസിക്കുന്നത് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ തിടനാട് എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് എൻ്റെ വീടിരിക്കുന്നത്. എൻ്റെ വീട് 31 സെൻറ്റ് സ്ഥലവും 2400 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. ഞാൻ തന്നെ പ്ലാൻ വരച്ച ഞാൻ തന്നെ പണിത വീടാണ്. 4 ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, 2 ഹാളുണ്ട്, അങ്ങനെ അത്യാവശ്യ സാഹചര്യങ്ങളൊക്കെ ഉള്ള വീടാണ്. ഇതുകൂടാതെ ജോലിക്കാരെ താമസിപ്പിക്കാൻ വേണ്ടി തിടനാട് സിറ്റിയിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഭരണങ്ങാനം റൂട്ടിലേക്ക് കയറി ഒരു 47 സെൻറ്റ് സ്ഥലവും ഒരു ഗോഡൗൺ ബിൽഡിങ് 2400 സ്ക്വയർ ഫീറ്റ് 2600 സ്ക്വയർ ഫീറ്റ് ഒരു ഗോഡൗൺ ബിൽഡിങ്ങും, അത് കോൺക്രീറ്റ് ബിൽഡിങ്ങാണ്. ബാക്കി അതുകൂടാതെ ഒരു 10-15,000 സ്ക്വയർ ഫീറ്റ് ഷെഡുകളും ഒക്കെ ആയിട്ട് ഒരു ബിൽഡിങ്. അത് ചെറിയ റെനോവേഷൻ ചെയ്താൽ ഫ്ലാറ്റാക്കാം, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഹോമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനമാക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതങ്ങനെയുണ്ട്. വാഗമണിനടുത്ത് പശുപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് 1 ഏക്കർ 60 സെൻറ്റ് സ്ഥലം റിസോർട്ടിനോ ഹോം സ്റ്റേക്കോ ഹോട്ടലുകൾക്കൊക്കെ പറ്റുന്ന ഒരു സംവിധാനവും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ഈ ജോലികളൊക്കെ ചെയ്ത കാലത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. മാതാപിതാക്കൾ കൂലിപ്പണിക്കാരായിരുന്നു. 13 വയസ്സ് തൊട്ട് കൂലിപ്പണിക്ക് പോയാണ് ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ. അവസാനം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ 2 വർഷത്തെ KGC എന്ന് പറയുന്ന സിവിലിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിക്കാൻ എൻ്റെ ബന്ധുക്കളുടെയൊക്കെ സഹായത്തോടുകൂടിയാണ് ഞാൻ പഠിച്ചിറങ്ങിയത്. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ വരുമാനങ്ങൾ 1 രൂപ പോലും ഞാൻ മദ്യപിച്ചോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലൊന്നും കളയാതെ, നമ്മളെല്ലാം ധരിച്ചിരുന്നത് ഭൂമിയാണ് പണം എന്നുള്ള ഒരു കരുതലിൽ പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ ഈ 2-3 സ്ഥലങ്ങൾ, വീടിരിക്കുന്നിടത്ത് 31 സെൻറ്റ് സ്ഥലം, ഗോഡൗൺ ഇരിക്കുന്ന തിടനാട് തന്നെ 47 സെൻറ്റ് സ്ഥലം, ഈ പശുപ്പാറ വാഗമൺ പശുപ്പാറ 1 ഏക്കർ 60 സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങുകയും അതോടൊപ്പം വാങ്ങിച്ച സ്ഥലത്ത് ആദ്യമേ 2010 HDFC ബാങ്ക് ലിമിറ്റഡ് കോട്ടയം ശാഖയിൽ നിന്ന് ലോൺ എടുത്ത് ഒരു വീട് വെക്കുകയും പിന്നീട് ഈ ജോലിക്കാർ 200ഓളം ആളുകളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള താമസ സൗകര്യവും ക്രമീകരണങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കെട്ടിടം പണിയാൻ വേണ്ടി 2ാമത് ടോപ്പപ്പ് ലോൺ എടുക്കുകയും പിന്നീട് അല്പം കൂടെ കഴിഞ്ഞ് ബിസിനസ് കുറഞ്ഞു വന്നപ്പോൾ ഒരിക്കൽ കൂടി ആയിട്ട് 1,26 ലക്ഷം രൂപ HDFC ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും, എന്നാൽ എനിക്ക് ഈ പ്രതിസന്ധി വരുന്നത് വരെ കൃത്യമായിട്ട് ഞാൻ ആ ലോൺ അടയ്ക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് ഏതാണ്ട് 1,55,000 രൂപയോളം മാസം അടവുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് അത് അടയ്ക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്ന് ലോൺ കുടിശ്ശികയുമായി ബാങ്കിൻ്റെ സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ നല്ല, പ്രത്യേകിച്ച്
HDFC ബാങ്കിൻ്റെ കോട്ടയം ബ്രാഞ്ചിൻ്റെ മാനേജർ ബാബു പോത്തൻ എന്ന് പറഞ്ഞ സാറൊക്കെ വളരെ മാന്യമായും മര്യാദയായും ചെയ്തെങ്കിലും ഇതുവരെ എനിക്ക് കുടിശ്ശിക ഈ ഒരു 12 തവണയിലധികം കുടിശ്ശിക വന്നു. അങ്ങനെ വന്നപ്പോൾ ഏതാണ്ട് 20 ലക്ഷത്തിലധികം കുടിശ്ശിക വന്നപ്പോൾ അത് ജപ്തിയിലേക്ക് മാറി. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു നോട്ടീസ് വായിക്കാം. അത് അഡ്വക്കേറ്റ് കമ്മീഷണർ തെര്യപ്പെടുത്തുന്ന നോട്ടീസ് എന്നാണ് എഴുതിയേക്കുന്നത്. ബഹുമാനപ്പെട്ട കോട്ടയം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ HDFC ബാങ്ക് പരാതിക്കാരനായി സമർപ്പിച്ച MC നമ്പർ 158/2025 നമ്പർ കേസിൽ 19/11/2024 തീയതിയിലെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എന്നെ അഡ്വക്കേറ്റ് കമ്മീഷണറായി നിയോഗിച്ചതനുസരിച്ച് കേസിലെ എതിർകക്ഷി 1 മിസ്റ്റർ സജി തോമസ്, ഏജ് 52 വയസ്സ്, സൺ ഓഫ് തോമസ്, ഉടുമ്പയ്ക്കൽ, തിടനാട്, കോട്ടയം, 68 61 23. എതിർകക്ഷി 2 മിസ് ഷൈനി സജി, ഏജ് 45 ഇയേഴ്സ്, വൈഫ് ഓഫ് സജി തോമസ്, ഉടുമ്പയ്ക്കൽ, തിടനാട്, കോട്ടയം, 68 61 23. ഉടമസ്ഥതയിലുള്ള താഴെപ്പട്ടികയിൽ വിവരിക്കുന്ന കോടതി മുഖാന്തരം കൈവശപ്പെടുത്തി കേസിലെ പരാതിക്കാരന് കൈമാറുന്നതിന് വേണ്ടി 2025 ആണ്ട് മാർച്ച് മാസം 15-ാം തീയതിയിൽ വസ്തുവിൽ ഹാജരാകുന്ന വിവരം ഇതിനാൽ തെര്യപ്പെടുത്തുന്നു. ഇത് അയച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് സുറുമി സാജൻ, P. അനിൽകുമാർ അസോസിയേറ്റ്സ്, കണ്ടത്തിൽ ബിൽഡിംഗ്, ഓപ്പോസിറ്റ് CSI ചർച്ച്, കളക്ടറേറ്റ്, കോട്ടയം എന്ന അഡ്വക്കേറ്റാണ് അയച്ചിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ ബാക്കിയായിട്ട് അതിൻ്റെ പുറകിൽ അതിൻ്റെ ഈ വസ്തുവിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് മാർച്ച് 1 ഞാൻ മാനേജറെ വീണ്ടും വിളിക്കുമ്പോൾ മാനേജർ പറഞ്ഞു, ഈ വന്ന നോട്ടീസിൻ്റെ കഥ എന്താണ് എന്ന് ചോദിച്ചാൽ, മാർച്ച് 14-ാം തീയതിക്കുള്ളിൽ ഇതിൻ്റെ ഇടപാടുകൾ തീരുന്നില്ലെങ്കിൽ 15-ാം തീയതി നിങ്ങൾ ആ വീട്ടിലുണ്ടാവാൻ പാടില്ല. കാരണം ഞങ്ങൾ വരുമ്പോൾ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി അത് കൂട്ടി ഞങ്ങളത് കൈവശപ്പെടുത്തേണ്ടതാണ് അതിൻ്റെ നിയമവശം. ഞാൻ അഡ്വക്കേറ്റുമാരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു അത് തന്നെയൊക്കെയാണ് അതിൻ്റെ നിയമവശം, വേറെ വഴിയില്ല. ജപ്തി നിരോധിച്ചെന്നും ജപ്തി നിരോധനം നടന്നു എന്നൊന്നും പറയുമ്പോൾ അതൊന്നും അല്ല കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ ഈ വന്ന നോട്ടീസും പ്രകാരം മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനും ലോകം മുഴുവനുള്ള മലയാളി സ്നേഹിതന്മാർ അല്ലെങ്കിൽ മലയാളി ശ്രോതാക്കൾ, എൻ്റെ വീഡിയോകൾ കാണുകയും ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ശതമാനം ആളുകൾക്ക് എന്നെ അറിയാം, ലോകം മുഴുവനുള്ള മലയാളികൾക്ക് അറിയാം. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയം ഒന്ന് വെക്കുകയാണ്. ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളോടൊരു സഹായം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സഹായം എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ ഇങ്ങനെ 3 വസ്തുവകകളുണ്ട്. അതായത് ഞാനിപ്പോൾ ഇരുന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ വീട് ഉൾപ്പെടെ 31 സെൻറ്റ് സ്ഥലവും 2400 സ്ക്വയർ ഫീറ്റ് വീടും പിന്നീട് ഇതിൻ്റെ കോമ്പൗണ്ടും ഇതിൻ്റെ പണികളെല്ലാം വൃത്തിയായി തീർന്ന് കിടക്കുന്നതാണ്. ഇതൊന്നും വെട്ടിക്കൂട്ട് പണിയല്ല, നല്ല സാധനങ്ങൾ, ഗ്യാരണ്ടിയായ സാധനങ്ങൾ എടുത്ത് കൃത്യമായി പണിത് ഞാൻ താമസിക്കാൻ വേണ്ടി പണിത വീടാണ് ഈ വീടും. ഇതോടൊപ്പം 2600 സ്ക്വയർ ഫീറ്റ് ഉള്ള ആ ഗോഡൌണും 47 സെൻറ്റ് സ്ഥലമുള്ള ആ സ്ഥലവും, അതുപോലെ വാഗമൺ പശുപ്പാറയിലുള്ള 1 ഏക്കർ 60 സെൻറ്റ് റിസോർട്ടിന് പറ്റുന്ന സ്ഥലവും ആരെങ്കിലും ഒരു മാന്യമായ വിലയ്ക്ക് വാങ്ങി എനിക്ക് ഈ കടബാധ്യത തീർത്ത് സ്വസ്ഥമാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരാമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം. അങ്ങനെ ഒന്ന് സഹായിക്കാമോ? ലോകം മുഴുവനുള്ള മലയാളി സഹോദരന്മാരിൽ ആരെങ്കിലും അല്ലെങ്കിൽ മലയാള ശ്രോതാക്കളിൽ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുമോ? അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ബാങ്ക് 20 ലക്ഷം രൂപ കുടിശ്ശികയായി ജപ്തിയിലേക്ക് പോകുന്നു. ഏതാണ്ട് 1 കോടി രൂപയോളം വേണം ബാങ്കിൽ ഈ ലോൺ ക്ലോസ് ചെയ്യണമെങ്കിൽ. ബാങ്കിനെ സംബന്ധിച്ച് നമ്മൾ എത്ര കൊണ്ടേ അടച്ചാലും അടയ്ക്കുന്നത് കടലിൽ കലക്കുന്നത് പോലെയാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് 1,26 ലക്ഷം രൂപ എടുത്തിട്ട് 1.5-ക്കും 1.25 കോടിക്കും ഇടയ്ക്ക് ഇപ്പോൾ അടച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഈ ആദ്യത്തെ ലോൺ എടുത്തിട്ട് ഏതാണ്ട് 13.5 വർഷത്തിന് മുകളിൽ 13.5 വർഷത്തോളം നമ്മൾ അടച്ചതാണ്. എന്നിട്ട് പോലും ഇപ്പോഴും അതിന് 1 കോടി രൂപ ബാലൻസ് നിൽക്കുക. അപ്പോൾ ഈ ബാങ്കിലേക്ക് ഈ പണം ഒന്ന് അടച്ചിട്ട്, ബാങ്കിൽ ഈ ലോണുള്ള തുകയൊന്ന് അടച്ചിട്ട്, നേരെ ബാങ്കിലേക്ക് അടച്ചിട്ട് ഈ ആധാരം ഒന്ന് കയ്യിൽ വാങ്ങി വെച്ചിട്ട് ഇതിൻ്റെ ബാധ്യതകൾ അല്ലെങ്കിൽ ഇതൊന്ന് വിറ്റ് സ്വതന്ത്രമാക്കുന്നത് വരെ പലിശയില്ലാതെ ഒന്ന് സഹായിക്കാമോ എന്ന് പറഞ്ഞാൽ, ബാങ്കിലേക്ക് നേരെ പണം അടച്ച് ബാങ്കിൽ നിന്ന് ഈ പേപ്പറുകളെല്ലാം ഈ അടയ്ക്കുന്നവർ വാങ്ങിച്ചിട്ട് ഇതൊന്ന് വിറ്റ് സ്വതന്ത്രമാക്കാൻ പറ്റുന്നത് വരെ ഒന്ന് സഹായിക്കാമോ? രണ്ടാമത്തെ ഒരു ചോദ്യം. മൂന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അത് അവസാനത്തെ ഒരു ചോദ്യമാണ്. ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഞാൻ വലിയ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. നിലവിലുള്ളത് വിറ്റ്, കാരണം ഞാൻ ഈ പണി തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്.
ഞാൻ മദ്യപിച്ചോ പെണ്ണ് പിടിച്ചോ ഒന്നും പൈസ കളഞ്ഞതല്ല. കിട്ടിയതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു. ഞാൻ ആ കാലത്ത് പണി ചെയ്തപ്പോൾ ധാരാളം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ധാരാളം വ്യക്തികൾക്ക് വീട് വെക്കുകയും എന്നെ കൊണ്ട് ചെയ്യാവുന്നതായ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത്, അത് ഇത് ചെവി അറിയാതെ ചെയ്തത് കൊണ്ടാണ് വെളിയിൽ ആരും അറിയാതെ പോയത്. ഒന്നും പരസ്യപ്പെടുത്തിയില്ല. അങ്ങനെ ചെയ്തു വന്ന ആ ഒരു സാഹചര്യത്തിൽ എന്നെ കൊണ്ട് പണം ഉണ്ടായ കാലത്ത് ഞാൻ എല്ലാ മേഖലയിലും സൂക്ഷിക്കുകയും ചെലവഴിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. എന്നാൽ അനാവശ്യമായിട്ടൊന്നും ചെലവാക്കിയുമില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വന്നിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ വീഡിയോകൾ ആവറേജ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയി ഒരു 15 ലക്ഷം പേരൊക്കെ ഒരുമാതിരിപ്പെട്ട വീഡിയോകളെല്ലാം കാണാറുണ്ട്. 15 ലക്ഷം വീഡിയോകളൊക്കെയും കാണാറുണ്ട്. ഞാൻ എൻ്റെ ശ്രോതാക്കളായ ആളുകളോട് ചോദിക്കുക, ഈ നിർണായക ഘട്ടത്തിൽ എന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി കടബാധ്യതയിൽ നിന്ന് വെളിയിൽ ഇറക്കുവാൻ ഒന്ന് സഹായിക്കുമോ? എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ചോദിക്കുക. അത് 1 രൂപയാണെങ്കിലും, ഒരു 200 രൂപയാണെങ്കിലും, ഒരു 300 രൂപയാണെങ്കിലും, എൻ്റെ ശ്രോതാക്കൾ ഇത്രത്തോളം ആളുകൾ ഉള്ളതുകൊണ്ട് ഒരാളിനെ സംബന്ധിച്ച് ഒരു 300 രൂപ വെച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ പോലും എനിക്ക് ഈ സാഹചര്യത്തിൽ അതൊരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും പലരിലൂടെ അത് ലഭിക്കുമ്പോൾ വലിയൊരു സന്തോഷവും വലിയൊരു ആശ്വാസവും ഒക്കെ ആയി മാറാൻ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതുപോലത്തെ ഒരു നിർണായക ഘട്ടത്തിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ വേറെ വഴികളില്ല. ഈ 1 വർഷം 1.5 വർഷമായി ഞാനിത് വിറ്റ് ഇതിൻ്റെ ഇടപാടുകൾ തീർക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിരുന്നു. ഇപ്പോഴും ഞാനത് ശ്രമിക്കുന്നു. സത്യത്തിൽ വരുന്നത് കുറേ ബ്രോക്കർമാരേ ഉള്ളൂ. നമ്മൾ ഇതുവരെ ഒരാൾ പ്രോപ്പറായിട്ട് ഇവിടെ വന്നില്ല. കുറച്ച് ബ്രോക്കർമാർ കയറി ഇറങ്ങിയിട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ഇതുവരെ ഒന്നും നടക്കാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിലേക്ക് വരുന്നത്. എന്തെങ്കിലും വിധത്തിലൊരു സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇതോടൊപ്പം എൻ്റെ ഫോൺ നമ്പരും അതുപോലെ എൻ്റെ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും ഒക്കെ ഞാൻ ഇതോടുകൂടി ചേർക്കുന്നു. നിങ്ങൾക്ക് ഒരു ഹൃദയത്തിൽ ഒരു നീക്കം തോന്നുന്നത് പോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. എൻ്റെ ആവറേജ് വീഡിയോകളെല്ലാം ഒരു 15 ലക്ഷത്തിലധികം ആളുകൾ മിക്കവാറും കാണുന്നതാണ്. ഞാൻ പറയുന്ന വീഡിയോയുടെ കണ്ടന്റുകളൊക്കെ ആളുകൾക്കറിയാം. സമൂഹത്തിൻ്റെ പൊതുനന്മ ലാക്കാക്കിയുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. പലപ്പോഴും നമുക്ക് ഉള്ള യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ ജനത്തിന് നെഗറ്റീവായിട്ട് കുറച്ച് പേർക്കെങ്കിലും തോന്നിയാൽ പോലും യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു 1.5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞു കേരളത്തിൻ്റെ പോക്ക് ശരിയല്ല, ഇത് വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ നെടുനീളം അത് നമ്മൾ ആ ഒരു അവസ്ഥയെ കാണുകയാണ്. അപ്പം ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പരും എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഫോൺ നമ്പരും ഗൂഗിൾ പേ നമ്പരും എല്ലാം ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നു. വളരെ ചെറിയൊരു തുക, അത് 1 രൂപയാണേലും കുഴപ്പമില്ല, 5 രൂപയാണേലും കുഴപ്പമില്ല, അത് 100 രൂപയാണേലും 200 രൂപയാണേലും 300 രൂപയാണേലും. ഇനി അതിന് മുകളിലേക്ക് നിങ്ങൾക്കൊരു മനസ്സിലൊരു തോന്നലും ഒരു സഹായവും വരികയാണെങ്കിൽ തന്ന് സഹായിക്കണമേ. ഈ ഒരു വലിയ വിഷമഘട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയം വെക്കുന്നു. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. 2023 ഡിസംബർ 1-ാം തീയതി കേരളം ഇത് എങ്ങോട്ട് എന്ന പേരിൽ നമ്മുടെ ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെയായി പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഇന്നൊന്നും കൂടെ അത് രണ്ടാമത് റീപോസ്റ്റ് ചെയ്യുകയാണ് ഈ ചാനലിൽ തന്നെ. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് ഇതിന് ശേഷമായി ഇറങ്ങുന്ന രണ്ടാമത്തെ ഒരു പ്രധാന വീഡിയോ അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ തുടക്ക കാരണങ്ങൾ തൊട്ട് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആദ്യം ഇറക്കുന്നത്. അതുകൊണ്ട് ഇത് കാണുകയും ഇതിന് ശേഷം ഇതിൻ്റെ പുറകെ വരുന്ന രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ കാണുകയും പരമാവധി ഷെയർ ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇതോടൊപ്പം വീഡിയോയെ കൂട്ടിച്ചേർത്ത് അയക്കുന്നു. നന്ദി, നമസ്കാരം. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് എൻ്റെ വീടും സമ്പാദ്യങ്ങളും ജപ്തിയായി എന്ന പേരിൽ ഒരു വീഡിയോ ഇടുകയും ലോകം മുഴുവനുള്ള മലയാളി സഹോദരങ്ങൾ കണ്ടിടത്തോളം ആളുകൾ അതിനോട് ഒരു 99% ആളുകളും വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു. പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾ, ഒത്തിരി ആളുകൾ അതിനകത്ത് ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും ഏറ്റവും അധികമായി എനിക്ക് ധൈര്യം പകരുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ലോകം മുഴുവനുള്ള സകല മലയാളി സഹോദരി സഹോദരന്മാരോടും എൻ്റെ നന്ദി ഞാനൊന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് ഹൃദയസ്പർശിയായ കണ്ട ചില കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ച രാവിലെ ഒരു 7 മണിയായപ്പോൾ
എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 15-16 കിലോമീറ്റർ ദൂരെ നിന്ന് ഒരു കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യൻ തൻ്റെ ഒരു ബജാജ് കുട്ടി ഡീസൽ ഓട്ടോറിക്ഷ, ഒരു കുഞ്ഞ് ഓട്ടോറിക്ഷ, പ്രൈവറ്റ് ഓട്ടോറിക്ഷയിൽ തപ്പിത്തേടി എൻ്റെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ 2 മാസമായിട്ട് എനിക്ക് ആകെ കിട്ടിയത് 2 പണിയാണ്. ഞാൻ അതിനകത്തുനിന്ന് ഒരു 500 രൂപ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ്. തന്നില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാകുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അത് മേടിച്ചപ്പോൾ എൻ്റെ കൈ വിറച്ചു. പക്ഷേ എനിക്കത് ഒഴിവാക്കാൻ മേലാത്ത സാഹചര്യമായതുകൊണ്ട് ഞാനത് ആ മനുഷ്യൻ്റെ നിന്ന് മേടിച്ചു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ലോകം മുഴുവനിൽ നിന്ന് ധാരാളം ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സ്നേഹിത, താങ്കൾ ഈ വിവരം ഒന്ന് പറഞ്ഞല്ലോ. സാധാരണ മലയാളി ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അഭിമാനം മൂത്തിട്ട് അവസാനം ആത്മഹത്യ ചെയ്യും. 10-15 അല്ലെങ്കിൽ 5-6 പേർ ഒരുമിച്ച് കൂട്ട ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാകുന്നതിനിപ്പുറം ഞങ്ങളെ അറിയിച്ചല്ലോ എന്നൊക്കെ വളരെ ബലം നൽകാനും വളരെ പ്രാർത്ഥനാ സഹായം കിട്ടാനും ഒക്കെ ഇടയായി. അതിനകത്ത് എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയത്, അതിനകത്തൊരു ജാതി മത രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇല്ലാതെ ആളുകൾ എന്നെയൊക്കെ വിളിച്ചു, എനിക്ക് ഒത്തിരി ബലവും ഒക്കെ തന്നു. അത് നല്ലൊരു മാതൃക തന്നെ താങ്കൾ കാണിച്ചു എന്നൊക്കെ പറയാനിടയായതിന് ഞാൻ നിങ്ങൾക്കെല്ലാം വളരെ അധികം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഉണ്ടായ 2-4 പ്രശ്നങ്ങളും അതിൻ്റെ ബാക്കി കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം എനിക്ക് ഈ വിഷയവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് ഒന്ന് ഹൃദയത്തിൽ ചിന്തിച്ചെങ്കിലും ഞാനത് വേണ്ട എന്ന് വെച്ച് പുറകോട്ട് പോയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വിഷയം നിങ്ങൾ കൂട്ട ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വിഷയം നാട്ടുകാർ അറിഞ്ഞിട്ട് എന്നാ കാര്യം? അപ്പം ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്, എന്നെ ഏറ്റവും തകർത്തിയ വിഷയം എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് കിടക്കാം. അതായത് ഈ ഫെബ്രുവരി 28-ാം തീയതി ആണ് കോടതിയിൽ നിന്ന് ഈ കമ്മീഷൻ നോട്ടീസ് വരുന്നത്. വക്കീലിൻ്റെ കോടതിയിൽ നിന്ന് തന്നെ മാർച്ച് 15-ന് ഞാൻ മാറണമെന്നുള്ള നോട്ടീസ് എൻ്റെ കൈ കിട്ടുമ്പോൾ എൻ്റെ മുമ്പിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കാനുള്ള പൈസയില്ല. 2, എൻ്റെ വീട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ ഇറക്കിക്കൊണ്ട് പോകണമെങ്കിൽ എൻ്റെ ഈ വണ്ടിക്കൂലിയില്ല. 3ാമത്തെ പ്രശ്നം, ഇത് സാധനം കയറ്റി ഇറക്കിക്കൊണ്ട് പോകണമെങ്കിൽ ഞാനും 2 മക്കളും ആ വീട്ടിലുള്ളത്, അവർ 2 പേരും കൂടാതെ ഒരാളും അല്ലെ 2 പേരെ കൂടെ വിളിക്കണമെങ്കിൽ അവർക്കൊരു ഭക്ഷണം മേടിച്ചു കൊടുക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് സാധാരണ ആളുകൾ ഈ കൂട്ട ആത്മഹത്യയിലേക്ക് പോകുന്നത്. പക്ഷെ കൂട്ട ആത്മഹത്യയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മക്കളെക്കുറിച്ചും പറയാം. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്തയാൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് സെയിൻറ്റ് കിറ്റ്സ് കോളേജ് പാത്താമുട്ടത്ത് നിന്ന് പാസ്സായി ഇറങ്ങിയതാണ്. അതിനുശേഷം അവന് UK-ൽ സൈബർ സെക്യൂരിറ്റിയുടെ MS കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ജോലിയായില്ല. അപ്പോൾ അവൻ അവിടെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുകയാണ്. ഇതുവരെ ആ സൈബർ സെക്യൂരിറ്റിയിൽ MS കഴിഞ്ഞതാണ്, ഡിജിറ്റൽ ഫോറൻസിക് സൈബർ സെക്യൂരിറ്റിയിൽ MS കഴിഞ്ഞതാണ്. ഇതുവരെ അവനൊരു ജോലിയായില്ല. ജോലിക്ക് വേണ്ടി മുട്ടാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. എക്സ്പീരിയൻസ് ഇല്ല. ആരെങ്കിലും ജോലി കൊടുത്താലല്ലേ എക്സ്പീരിയൻസ് ആവുള്ളൂ. അതാണ് അവൻ്റെ അവസ്ഥ. 2ാമത്തെ മകനെ +2 വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ ഒരു പണിയായില്ല, വീട്ടിലുണ്ട്. കൊച്ചുമകൻ ബിടെക് കമ്പ്യൂട്ടർ സിവിൽ പാസ്സായി. പക്ഷേ ഇപ്പോൾ എറണാകുളത്ത് ഒരു ഓട്ടോ കാർഡ് പഠിച്ചുകൊണ്ടിരിക്കുക. അവനും ജോലിയില്ല. 3 മക്കൾക്കും ജോലിയില്ല. എൻ്റെ ഭാര്യയ്ക്ക് ജോലിയില്ല. 2 വർഷമായിട്ട് എനിക്കും ജോലിയില്ല. അപ്പോൾ എനിക്ക് ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു തുച്ഛമായ വരുമാനമാണ്. ഞാൻ ഇതിന് ശേഷം എൻ്റെ വരുമാനങ്ങളും നിങ്ങൾ എനിക്ക് അയച്ചു തന്ന പണവും യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇതുവരെ കിട്ടിയ വരുമാനത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും, നിങ്ങൾ വിചാരിക്കുന്ന പോലെ യൂട്യൂബിൽ നിന്ന് കോടികളൊന്നും സാധാരണക്കാർക്കൊന്നും കിട്ടാറില്ല. എനിക്ക് കഴിഞ്ഞ മാസം യൂട്യൂബിൽ നിന്ന് ഒത്തിരി കാലം കൂടി കിട്ടിയത് 10,240 രൂപയാണ്. 10,240 രൂപ കഴിഞ്ഞ മാസം കിട്ടിയത്. അതൊരു 5-6 മാസത്തിന് ഇടയ്ക്കാണ് ഇപ്പം ആകെ അത് കിട്ടിയത്. ഇതാണ് സത്യസന്ധമായ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇതുവരെ ചെയ്ത വീഡിയോയ്ക്ക് എല്ലാം കൂടി വന്നാൽ എനിക്ക് 1 ലക്ഷം രൂപ പോലും കിട്ടിയിട്ടില്ല. കോടികൾ എന്ന് പറയുന്നതിന് മനുഷ്യൻ ചുമ്മാ ആരോപണം പറയുന്നതല്ലാതെ ഇതിൻ്റെ എല്ലാ തെളിവുകൾ സഹിതം ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് വീഡിയോകൾ ഇട്ട് തരാം. യൂട്യൂബ് 1ാമത് വരുമാനമാകണമെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സും 3000 മണിക്കൂറും ആകണം. അത് കഴിഞ്ഞ് അതുപോലെ വീഡിയോകൾ ദിവസം ചെയ്യാനും ഒക്കെ സാധിച്ചെങ്കിൽ മാത്രം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് 1 ലക്ഷം രൂപയ്ക്ക് താഴെ ഇതുവരെ മൊത്തത്തിൽ ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനങ്ങളും, അപ്പോൾ തന്നെ പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ എല്ലാം പിൻവലിച്ചത്? ഞാൻ പിന്നീട് വിചാരിച്ചു, യൂട്യൂബിൽ നിന്ന് എനിക്ക് ജീവിക്കാനുള്ളത് കിട്ടുന്നില്ല. അതുകൊണ്ട് ആ വീഡിയോകൾ നിർത്തിയിട്ട് കെട്ടിടം പണിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളുടെ വീഡിയോകളൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഇട്ടപ്പോൾ പലരും അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിക്കുകയും ചില കെട്ടിടങ്ങൾ സൂപ്പർവൈസ് ചെയ്യാൻ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന തുച്ഛമായ പണം വെച്ചാൽ ഞാനും എൻ്റെ ഭാര്യയും കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ബാങ്ക് ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. ഇതിനിടയ്ക്കെല്ലാം ഞങ്ങൾ വിചാരിച്ചത് മകനൊരു ജോലി കിട്ടാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ബിൽഡിങ്ങുകൾ എന്തെങ്കിലും അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ വിൽക്കാം. ഇതൊന്നും വിൽക്കാനും പറ്റിയില്ല, ജോലിയും കിട്ടിയില്ല. അങ്ങനെ വലിയ നിർണായകമായൊരു ഘട്ടം വന്നപ്പോഴാണ് ഞാൻ മലയാള സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വന്നത്. എനിക്ക് പേടിയുണ്ടായിരുന്നു, ജനം ഇതിനെ എങ്ങനെ കണക്ക് കൂട്ടും.
കാരണം അമ്മയെ തല്ലിയാലും 2 വർഷമുള്ളൊരു നാടാണല്ലോ. സ്വാഭാവികമായിട്ട് എന്നാൽ ഒരു 95% ജനവും ഇതിന് അനുകൂലമായി തന്നെ വന്നു. എനിക്ക് വലിയ നന്ദി നിങ്ങളോടുണ്ട്. എന്നോട് ഇത് പറഞ്ഞ ആള്, എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഒരു നേഴ്സ് അമ്മയും 2 മക്കളും കൂടെ ആത്മഹത്യ ചെയ്തത് അതിനു മുമ്പ് സമൂഹം ഒന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അതിന് പോംവഴി ഉണ്ടാക്കാമായിരുന്നു. എന്ത് ചെയ്യാം, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് എനിക്ക് ഈ വിവരം സമൂഹത്തോട് പറയാൻ പറ്റി. പക്ഷേ മറ്റൊരാൾക്ക് അത് പറയാൻ പറ്റില്ല. പറയാത്തതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ മരിക്കും. ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ നല്ലൊരു ശതമാനം ജനം കടബാധ്യതയിലും പ്രശ്നത്തിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെയാണ്. ഓരോരുത്തർ വിളിച്ച് പറയുന്നത് കേട്ടാൽ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകും. ഇനി ഇന്ന് ഞാനിപ്പോൾ വന്ന ഇച്ചിരൂടെ മുന്നോട്ട് പറയുന്നത്, നന്ദി പറയുന്നതോടൊപ്പം തന്നെ അനേകർ എന്നെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഗൂഗിൾ പേ ബ്ലോക്കാണ്. അതിന് ഗൂഗിൾ പേക്ക് ഞാൻ ബാങ്കിൽ പോയി ഇന്ന്. അവർ പറയുന്നത് ഗൂഗിൾ പേക്ക് ഒരു നിശ്ചിത ഇടപാടുകളെ ഒരു 24 മണിക്കൂറിനടുത്ത് നടത്താൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 50-60 ഇടപാടുകളെ നടത്താൻ പറ്റുള്ളൂ. അപ്പം ബാങ്കുകാരോട് ചോദിച്ചാൽ അത് കൂട്ടിത്തരാമോ? അവർ പറഞ്ഞു കൂട്ടിത്തരാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ സംഭവിച്ച ഒരു കാര്യമുണ്ട്. 1 രൂപ വെച്ച് പലരും ഇടും ആദ്യമേ ഈ അക്കൗണ്ട് കറക്റ്റാണോ എന്നറിയാൻ. ആ 1 രൂപ ഇട്ട് കഴിഞ്ഞ് പിന്നീട് 500 രൂപ ഇടുകയാണെങ്കിൽ 2 ഇടപാടായി AI കമ്പ്യൂട്ടർ ഇത് മാർക്ക് ചെയ്യുന്നത്. തന്നെ വല്ല സങ്കടത്തോടെ പറയട്ടെ, 24 പ്രാവശ്യം 1 രൂപ ഇട്ട ആൾക്കാരുണ്ട്. അങ്ങനെ 24 പ്രാവശ്യം 1 രൂപ ഇട്ടു, വേറൊരാൾ 24 പ്രാവശ്യം 1 രൂപ ഇട്ടു. ഇതിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 2 ദിവസം ശനിയാഴ്ചയും ഞായറാഴ്ചയും 48 തവണയോളം ഓരോ രൂപ ഇട്ടു. കാരണം ഇത് ബ്ലോക്കായി പോകാൻ വേണ്ടി ഇട്ടതാണോ എന്താണോ എന്നാന്ന് നമുക്കറിയില്ല. അങ്ങനെ വന്നപ്പോൾ ആളുകൾക്ക് ഇത് കിട്ടാതെ വന്നു, ചെയ്യാൻ പറ്റാതെ വന്നു. അവരെന്നെ വിളിച്ച്, ഞാൻ ഇന്ന് ബാങ്കിൽ ചെന്നപ്പോൾ അവരെൻ്റെ അക്കൗണ്ടിന് QR കോഡ് എടുത്തു തന്നു. അപ്പോൾ ഞാൻ ഇതിന് ശേഷം ഒരിക്കൽ കൂടെ, ഇനി അക്കൗണ്ടിന് പരിധിയുണ്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ട്, ഞാൻ ഈ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് 2-3 അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും എൻ്റെ ഗൂഗിൾ പേയുടെ നമ്പരും എൻ്റെ ഭാര്യയുടെ ഗൂഗിൾ പേയുടെ നമ്പരും, എൻ്റെ ഗൂഗിൾ പേയുടെ നമ്പർ അടിക്കുമ്പോൾ എൻ്റെ പേര് സജി തോമസ് എന്ന് കാണിക്കും, എൻ്റെ ഭാര്യയുടെ ഗൂഗിൾ പേ നമ്പർ അടിക്കുമ്പോൾ ഷൈനി സജി എന്ന് കാണിക്കും, എൻ്റെ മകൻ്റെ ഇളയ മകനാണ് തിമോത്തി എന്ന് അവൻ്റെ പേര്, അവൻ്റെ ഗൂഗിൾ പേ നമ്പർ അടിക്കുമ്പോൾ തിമോത്തി എന്ന് കാണിക്കും. ആ 3 ഗൂഗിൾ പേ നമ്പരും QR കോഡും ഒരു 3 അക്കൗണ്ട് നമ്പരും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചെയ്യണം എന്ന് മനസ്സ് വെച്ചവർക്ക് പലർക്കും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വളരെ സന്തോഷപൂർവ്വം നിങ്ങളോട് പറയട്ടെ, ഇപ്പോൾ ഞാൻ അന്ന് നിൽക്കുമ്പോൾ ഉള്ള സങ്കടം എൻ്റെ മുമ്പിലില്ല. കാരണം ഒരു വീട് എടുക്കണമെങ്കിൽ വാടകയ്ക്ക് എടുക്കാനോ ഒരു വണ്ടി വിളിക്കാനോ ആളുകളെ കയറ്റിക്കൊണ്ട് പോകാനോ ഒക്കെയുള്ള സാഹചര്യം എനിക്കുണ്ട്. ഇപ്പോൾ അത് നിങ്ങൾ തന്നതാണ്. ഇനി ഞാൻ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഞാൻ എൻ്റെ യഥാർത്ഥ സാഹചര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള കൃത്യം കണക്കുകൾ, ബാങ്കിൽ എത്ര രൂപ വന്നു, അത് എവിടെയൊക്കെ ചിലവാക്കി, എങ്ങനെ ചിലവാക്കി എന്നതിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകൾ ഔദ്യോഗികമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വിടാം. കാരണം ഞാനിത് സ്ഥിരമായി ചെയ്യുന്ന ഒരാളല്ല, എൻ്റെ ഒരു സാഹചര്യം കൊണ്ട് ഇങ്ങനെ പറ്റിപ്പോയതാണ്. പിന്നെ അതും പറയാം, ബാങ്കിലെ ഇടപാടുകളും എല്ലാം ചെയ്യാം. ഞാനിത് സ്ഥിരമായി ഒരു പിരിവ് നടത്താനോ ഇങ്ങനെ കൊണ്ടു നടക്കാനോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരാളുമല്ല എന്നും നിങ്ങളോട് പറയുകയും, അതോടൊപ്പം ലോകം മുഴുവൻ എൻ്റെ ഈ നിർണായക ഘട്ടത്തിൽ എന്നെ സ്നേഹിക്കുകയും സഹകരിക്കുകയും എനിക്ക് ഒത്തിരി ആശ്വാസം പറയുകയും ഒക്കെ ചെയ്ത, പ്രത്യേകിച്ച് ഒത്തിരി വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ എന്നെ വിളിക്കുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു വലിയൊരു കാര്യം ഞാൻ പറയുക, അനേക മുസ്ലിങ്ങൾ എന്നെ വിളിക്കുകയും ചെയ്തു. അവർ പല സ്ഥലത്തു നിന്നും വിളിച്ചിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറത്ത് വലിയ ആശ്വാസം അവർ പറയുകയും ചെയ്തു. അവർ പറഞ്ഞു, സഹോദര, ഇതിനെല്ലാം ഒരു മാറ്റം വരും, ഞങ്ങളെല്ലാം കൂടെയുണ്ട്, കേരളം കൂടെയുണ്ട്, ലോകം മുഴുവൻ കൂടെയുണ്ട്, നിങ്ങൾ തകരാതെ നിൽക്കണം, നിങ്ങളൊരു മാതൃക കാണിച്ചതാണ് എന്നെല്ലാം പറഞ്ഞ് വലിയ പ്രോത്സാഹനമൊക്കെ തരികയും ചെയ്തതുകൊണ്ട് എനിക്കിതിനകത്ത് വലിയൊരു സന്തോഷം ഇതിനകത്തുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് കേരള ജനതയുടെ നല്ലൊരു ശതമാനത്തിൻ്റെയും മനസാക്ഷിയൊക്കെ മരിച്ചുപോയി എന്ന് ധരിച്ചെങ്കിൽ എൻ്റെ ആ ധാരണയും തെറ്റി. എനിക്കിപ്പോൾ മനസ്സിലായി, ഒരു 10% ആളുകൾക്കേ ഉള്ളൂ ഈ വണ്ടി അപകടം നടക്കുന്നിടത്ത് നിന്ന് സെൽഫി എടുത്ത് സന്തോഷിക്കണം എന്നുള്ളത്. എന്നാൽ ബാക്കി 90% ആളുകൾക്ക് അങ്ങനെയല്ല അവരുടെ ചിന്തയെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയും കൂടെ അയക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പിന്നീട് ഇതിൻ്റെ കൃത്യം ഡീറ്റെയിൽസും കാര്യങ്ങളും കണക്ക് സഹിതം നിങ്ങളുടെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതോടൊപ്പം വീഡിയോയിൽ കൂടെ അക്കൗണ്ട് നമ്പറുകളും QR കോഡും പിന്നെ അതിൻ്റെ ബാക്കിയായുള്ള സംവിധാനങ്ങളെല്ലാം കൂടെ അയക്കുന്നു. നിങ്ങൾ അത് സഹകരിക്കും എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.